എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് യയാതിപുത്രനും യദുവംശസ്ഥാപകനുമായ യദുവിൻ്റെ കഥയാണ്. ചന്ദ്രവംശജനായ യയാതി മഹാരാജാവിന് ദേവയാനി എന്നും ശർമ്മിഷ്ഠ എന്നും 2 ഭാര്യമാരുണ്ടായിരുന്നു. ദേവയാനിയുടെ പിതാവും അസുരഗുരുവുമായ ശുക്രാചാര്യരുടെ ശാപം നിമിത്തം യൗവനം നഷ്ടപ്പെട്ട് ജരബാധിതനായി തീർന്ന യയാതി ശുക്രനോട് ശാപമോക്ഷം അപേക്ഷിച്ചു. ശാപമോക്ഷം കൽപ്പിച്ച ശുക്രൻ യയാതിയുടെ പുത്രന്മാരിൽ ഒരാൾക്ക് അച്ഛൻ്റെ ജര ഏറ്റുവാങ്ങി യൗവനം പകരം കൊടുക്കാമെന്നും ഇഷ്ടസമയത്ത് യൗവനം തിരികെ നൽകി അയാളെ അനന്തര ചക്രവർത്തിയാക്കാമെന്നും ശുക്രൻ ശാപമോക്ഷം നൽകി. ശാപഗ്രസ്തനായ യയാതി യൗവനം ആവശ്യപ്പെട്ടെങ്കിലും ഏറ്റവും ഇളയ പുത്രനായ പുരു ഒഴികെ മറ്റെല്ലാ മക്കളും യയാതിയുടെ ആവശ്യം തിരസ്കരിച്ചു. പുരു അച്ഛൻ്റെ ഇംഗിതം ഏറ്റവും സന്തോഷപൂർവ്വം നിറവേറ്റി ജര ഏറ്റുവാങ്ങി തപസ് ചെയ്യാൻ വനത്തിലേക്ക് പോയി. 1000 വർഷങ്ങൾ തപസ് ചെയ്തതിന് ശേഷം തിരിച്ചെത്തിയ പുരുവിന് യൗവനം തിരികെ നൽകിയ യയാതി പുരുവിനെ ചന്ദ്രവംശത്തിൻ്റെ അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചു. ശേഷം യയാതി പ്രജകളോടും ഗുരുക്കന്മാരോടും ദേവകളോടുമായി പറഞ്ഞു, എൻ്റെ മൂത്ത പുത്രന്മാർ എന്നെ നിന്ദിച്ചു. ഇളയ പുത്രനായ പുരു മാത്രമാണ് എനിക്ക് മുനിശാപത്തിൽ നിന്നും മോക്ഷം നേടിത്തന്നത്. ആയതിനാൽ ഇവൻ എൻ്റെ അനന്തരാവകാശിയായി തീരുമെന്ന് ശുക്രമുനി അനുഗ്രഹവും തന്നിട്ടുണ്ട്. തുടർന്ന് യയാതി പുരുവിനെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്ത ശേഷം തപസ് ചെയ്യാനായി വനത്തിലേക്ക് പോയി. മൂത്ത പുത്രനായിരുന്നെങ്കിലും അച്ഛനെ നിന്ദിച്ചതിനാൽ അനന്തരാവകാശം ലഭിക്കാതിരുന്ന യദു രാജ്യത്തിൻ്റെ തെക്കു പടിഞ്ഞാറുള്ള ഭാഗം തൻ്റെ അധീനതയിലാക്കി ഭരിച്ചു പോന്നു. അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ യാദവന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. യദുവിന് സഹസ്രജിത്ത്, ക്രോഷ്ടാവ്, നളൻ, രിപു എന്നീ 4 പുത്രന്മാർ ജനിച്ചു. സഹസ്രജിത്തിൻ്റെ മകനായ ശതജിത്തിന് ഹേഹയൻ, മഹാഹയൻ, വേണുഹയൻ എന്നീ 3 പുത്രന്മാരുണ്ടായി. ഇവരിൽ ഹേഹയൻ ഏകവീരൻ എന്ന പേരിൽ പ്രസിദ്ധനാവുകയും ഹേഹേ രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു. യദുവംശസ്ഥാപകനായ യദുവിൻ്റെ കഥ ഇവിടെ തീരുകയാണ്. ഹേഹേ വംശസ്ഥാപകനായ ഏകവീരൻ്റെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം.